എൻ്റെ കസിൻസിൻ്റെ കൂടെ നമുക്കൊരു കുഞ്ഞു കുക്കിംഗ് ബിരിയാണി ചെയ്യാം. അപ്പോൾ അതിന് തന്നെ അടപ്പ് കൂട്ടി കുക്കർ വെക്കാം. DSC ആണ് കുക്കിംഗ് ചെയ്യുന്നത്. ചൂടായ നെയ്യിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഇട്ട് മൊരിക്കണം. അത് കഴിയുമ്പോഴേക്കും അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ഇട്ട് നല്ലോണം തിളപ്പിക്കണം. അത് കഴിയുമ്പോഴേക്കും നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ അത് മൂടി വെച്ച് ഒരു വിസിൽ കഴിയുമ്പോഴേക്കും ഓഫ് ചെയ്യണം. ഞങ്ങളിവിടെ വെറുതെ നോക്കിയിരിക്കുക. DSC ആണ് എല്ലാം ചെയ്യുന്നത്. ഒരു വിസിലിന് ശേഷം കുക്കർ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടപ്പും ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ തണലത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും സവാളയും കൂടി നല്ലോണം ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ മുട്ടക്കറി വെക്കാൻ പോകണം. അതിന് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും മുളകും പിന്നെ തക്കാളിയും വേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഇളക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടിയിട്ട് അപ്പോഴേക്ക് നല്ല മഴക്കാരാണ് കേട്ടോ, വെക്കം ചെയ്യാണ്. എന്നിട്ട് നമ്മൾ മസാലപ്പൊടിയും കൂടിയിട്ട് നല്ലോണം ഇളക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുച്ചേട്ടൻ ഞാനും ജുവാന ചേച്ചിയും ദിയ ചേച്ചിയും ഒക്കെ വെയിറ്റിംഗിലാണ്. അതിനുശേഷം പച്ചമണം പറയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്തേക്കണം മുട്ട മൊത്തം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം അപ്പോഴേക്കും അമ്മൂക്കെ ടേസ്റ്റ് ചെയ്ത് ജുവാൻ ടേസ്റ്റ് ചെയ്ത് അപ്പവും ടേസ്റ്റ് ചെയ്ത് അപ്പം പിന്നെ എനിക്കും ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പം ഞാനും ടേസ്റ്റ് ചെയ്ത് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ മുട്ടക്കറി അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ എന്നിട്ട് മുട്ടക്കറി സെറ്റായപ്പോൾ നമ്മൾ എടുത്തു. ഇനി നമ്മൾ കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് ദം ചെയ്യാൻ പോകണം ഗൈസ്. നമ്മളിപ്പോൾ മുട്ട ബിരിയാണിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് പച്ചരി വെച്ച്. എന്നിട്ട് നമ്മൾ അരിയിട്ട് കൊടുത്തു, പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സംഭവങ്ങൾ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടക്കറി ഇട്ടു, പിന്നെയും ചോറിട്ടു, പിന്നെ ഡെക്കറേഷൻ പണി പിന്നെയും ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളത് ദം ചെയ്യാൻ വേണ്ടി മേളിൽ റൈസൊക്കെ ഇട്ട് എല്ലാ ഡെക്കറേഷൻ ഫ്രണ്ടിൽ ചെയ്ത് കേട്ടോ നമ്മൾ അടച്ചു വെച്ചേക്കാണ്. ഞങ്ങളൊക്കെ ഭയങ്കര കട്ട വെയിറ്റിങ്ങിനാണ്, എപ്പാകും വിശന്നിട്ടും വയ്യ. അങ്ങനെ ഇരുന്നിരുന്നതേ നമ്മുടെ ബിരിയാണി നമ്മൾ തുറന്ന് ഗൈസ്. എൻ്റെ മോനെ നല്ല രസമായിരുന്നു എന്നിട്ട് ഞങ്ങൾ സർലാസ് അച്ചാറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ എങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ധൃതിക്കിരിക്കുകയാണ് ഗൈസ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ അച്ചാറും സർലാസും എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഗൈസ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും സൂപ്പർ എന്നാണ് കേട്ടോ പറയണത്. നിങ്ങൾ ഇതുവരെ വെക്കേഷന് ചോറും കറിയും വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബൈ.